CPM അങ്ങനെ ഉന്നയിച്ചിട്ടില്ല. ഞാൻ കേട്ടത് വനം മന്ത്രിയാണ് അങ്ങനെ പറഞ്ഞത്. അതിനെ ഞങ്ങൾ പുച്ഛിച്ച് തള്ളുന്നു. കേരളത്തിലെ ജനങ്ങൾ ഒരു പാവപ്പെട്ട 15 വയസ്സുകാരൻ്റെ ദാരുണമായ അന്ത്യത്തിൽ വേദനിക്കുന്ന ജനങ്ങൾ, അതിൽ ഉത്തരവാദികൾ നിയമത്തിൻ്റെ മുൻപിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങളുടെ മന്ത്രി ഇത്തരത്തിൽ അവരെ അവഹേളിച്ച് വർത്തമാനം പറയേണ്ടതായിരുന്നു. എന്തടിസ്ഥാനത്തിലാണ് മന്ത്രി ആക്ഷേപം ഉന്നയിച്ചത്? മന്ത്രി പറഞ്ഞ ന്യായം എന്താണ്? ഈ സംഭവം ഉണ്ടായ ഉടനെ മലപ്പുറത്ത് പ്രതിഷേധം നടന്നു. മലപ്പുറം ജില്ലയുടെ ഭാഗമായിട്ടാണ് നിലമ്പൂർ. നിലമ്പൂരിലെ വഴിക്കടവിൽ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായാൽ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ജനങ്ങൾക്കെല്ലാവർക്കും അറിയാം, അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം. ആ സംഭവം നാട്ടിലറിയാൻ, കേരളത്തിലറിയാൻ, രാജ്യത്താകെ അറിയാൻ, ലോകത്താകെ അറിയാൻ ഇന്നത്തെ വാർത്താ വിതരണ വിനിമയ ശൃംഖലകളുടെ ഇന്നത്തെ വികസിതമായ അവസ്ഥ വെച്ച് ഒരു സെക്കൻഡ് മതി അതിൻ്റെ ഒരു വീഡിയോ, അതിൻ്റെ ഒരു വാർത്ത പോകാൻ. ഒരു സെക്കൻഡ് മതി. അമേരിക്കൻ പ്രസിഡന്റ് അബ്രഹാം ലിങ്കൺ വെടിയേറ്റ് മരിച്ചത് യൂറോപ്പ് അറിയുന്നത് 3 ആഴ്ച കഴിഞ്ഞിട്ടാണ്. അതിൻ്റെ കാരണം എന്താ? അന്ന് വാർത്താവിതരണ വിനിമയ രംഗം അത്ര കണ്ട് അശക്തമായിരുന്നു. ഇന്ത്യയിലെ 1ാം സ്വാതന്ത്ര്യ സമരം 1857 1ാം സ്വാതന്ത്ര്യ സമരം നമ്മളെ അന്ന് ഭരിച്ചിരുന്ന യൂറോപ്പ് അറിയുന്ന 2 ആഴ്ച കഴിഞ്ഞിട്ടാണ്. കാരണം അന്ന് വാർത്താവിതരണ വിനിമയ ശൃംഖല അത്ര അശക്തമായിരുന്നു. ഇന്ന് അത് ഞൊടിയിടയിൽ, വിതിൻ സെക്കൻഡ്സ്, ഇവിടെ നടക്കുന്ന കാര്യം യൂറോപ്പിലറിയും, അമേരിക്കയിലറിയും, ഗൾഫിലറിയും, ഡൽഹിയിലറിയും. മന്ത്രി മാത്രം അറിയില്ല. ഈ സംഭവങ്ങൾ മന്ത്രി മാത്രം അറിയില്ല. അതുകൊണ്ട് മന്ത്രിയുടെ ആ ന്യായത്തിൽ, ആ വാദഗതിയിൽ യുക്തിയില്ല. അത് അസത്യമാണ്, അടിസ്ഥാനരഹിതമാണ്. അത് തെളിയിക്കാൻ ഞാൻ മന്ത്രിയോട് ആവശ്യപ്പെടുകയാണ്. CPM സംസ്ഥാന സെക്രട്ടറി ഇങ്ങനെയാണ് പറഞ്ഞത്. കുട്ടി ഷോക്കേറ്റ് മരിച്ച സംഭവം സൃഷ്ടിക്കപ്പെട്ടതാണോ എന്ന് പരിശോധിക്കണം. പ്രതി കോൺഗ്രസ്സുകാരാണ്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന് ആര്യാടൻ ഷൗക്കത്തുമായി ബന്ധമുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. സുനിലെ പറഞ്ഞുതരാം. ഗോവിന്ദൻ മാഷോട് നിങ്ങൾ ചോദിച്ചു മാധ്യമങ്ങൾ എന്താന്ന്. മന്ത്രി പറഞ്ഞതിലല്ല, അത് ഉരുണ്ട് കളിക്കരുത്. ഗോവിന്ദൻ മാഷ് മന്ത്രി പറഞ്ഞതിന് അദ്ദേഹത്തിന് വിഴുങ്ങാനും കഴിയില്ല, തള്ളാനും കഴിയില്ല. മന്ത്രി ഇങ്ങനെ പറഞ്ഞല്ലോ. മന്ത്രി പറഞ്ഞതിന് എൻ്റെ പ്രതികരണവും വന്നു. അത് തെളിയിക്കാൻ ഞാൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ഗോവിന്ദൻ മാഷൊക്കെ പറയാൻ പറ്റുമോ മന്ത്രി പറഞ്ഞത് തെറ്റാന്ന്? ശരിയാന്ന് പറഞ്ഞിട്ടുണ്ടോ? അന്വേഷിക്കണം എന്നല്ലേ പറഞ്ഞേ? എന്ത് അന്വേഷണത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നേ? പക്ഷെ മന്ത്രി എന്തടിസ്ഥാനത്തിൽ പറഞ്ഞു എന്ന് വ്യക്തമാക്കണം. ഈ ഒരു മരണത്തെ രാഷ്ട്രീയവൽക്കരിച്ചത് മന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ വകുപ്പിൻ്റെ കെടുകാര്യസ്ഥതയാണ് ഇന്ന് കേരളം ആകെ അനുഭവിക്കുന്ന പ്രയാസം. ഈ വന്യമൃഗശല്യം ഇപ്പോൾ എന്തുകൊണ്ടാണ്? കാട്ടിൽ നിന്ന് കാട്ടുമൃഗങ്ങൾ നാട്ടിൽ ഇറങ്ങുന്നതുകൊണ്ടാണല്ലോ ഈ വൈദ്യുതി വേലി. അത് എന്തുവാകട്ടെ, അത് നിർമ്മിക്കാനോ അല്ലെങ്കിൽ അവിടെ സ്ഥാപിക്കാനോ ആളുകൾ നിർബന്ധരാകുന്നത് എന്തുകൊണ്ടാണ്? കാട്ടുമൃഗങ്ങൾ നാട്ടിലിറങ്ങുന്നു. ആര് പറഞ്ഞു വേട്ടയാടി കൊന്നു? ആര് പറഞ്ഞു? ഹൂ ടോൾഡ് യു? ആര് പറഞ്ഞു? ആര് പറഞ്ഞു? ഏത് നാട്ടുകാർ? ഏത് അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ? ഏത് അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ? എന്നാൽ പിന്നെ അന്വേഷണം വേണ്ടല്ലോ. വേട്ടയാടിയതാണ് അന്വേഷണം വേണ്ടല്ലോ. എന്നാൽ പിന്നെ എന്തിനാ പോലീസ് അന്വേഷിക്കുന്നത്? ആര് പറഞ്ഞു? ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ പറമ്പിൻ്റെ ഉടമ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ള ആൾ CPMൻ്റെ സജീവ പ്രവർത്തകനാണ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം CPMൻ്റെ സജീവ പ്രവർത്തകൻ. അവിടെ കോൺഗ്രസിൻ്റെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉണ്ട്. അയാൾക്ക് ഇതുമായിട്ട് എന്താ ബന്ധം? വളരെ മ്ലേച്ഛമാണ്, വളരെ പരിതാപകരമാണ് മന്ത്രിയുടെ നിലപാട്. അതിനെ തള്ളാനും കൊള്ളാനും പറ്റാത്ത ഗോവിന്ദൻ മാഷുടെ നിലപാടും അദ്ദേഹം ഒന്നുകൂടി പുനഃപരിശോധിക്കണം. ഇതിൻ്റെ ഉത്തരവാദിത്തം കേരളത്തിലെ വനംവകുപ്പിനാണ്. വന്യമൃഗശല്യം കേരളത്തിൽ വനാതിർത്തിയിൽ മാത്രമല്ല, ജനവാസ മേഖലയിലുണ്ട്, നിരവധി സ്ഥലങ്ങളിൽ. പാനൂരിൽ കാട്ടുപന്നിയുടെ അക്രമത്തിൽ ഒരു കൃഷിക്കാരൻ മരണപ്പെട്ടത് പാനൂരിൽ എവിടെയാണ്? പാട്യത്ത. വനാതിർത്തിന് എത്ര ദൂരത്തിലാണ്? മന്ത്രി അവിടെ വന്നല്ലോ. ആരുടെ ഉത്തരവാദിത്തത്തിലാണ്? പെരിങ്കരിയിൽ, കണ്ണൂർ ജില്ലയിലെ പെരിങ്കരിയിൽ കാട്ടാന തട്ടി ജസ്റ്റിൻ മരണപ്പെട്ടത് വനാതിർത്തിയിൽ നിന്ന് 10 കിലോമീറ്റർ ഉള്ളിലാണ്. മുഴക്കുന്ന പഞ്ചായത്തിൽ വിനോദിന് ആനയുടെ അക്രമത്തിൽ പരിക്കേറ്റത് വനാതിർത്തിയിൽ നിന്ന് 10 കിലോമീറ്റർ ജനവാസ മേഖലയിലാണ്, ദൂരത്തിൽ ജനവാസ മേഖലയിലാണ്. മന്ത്രി ഉറങ്ങുകയാണ്. നമ്മളുടെ ഒരു പ്രമുഖ വ്യക്തി പറഞ്ഞിട്ടുണ്ട്, ഈ മയക്കുവെടി ഏറ്റത് ആനയ്ക്കോ കടുവയ്ക്കോ അല്ല, കേരളത്തിലെ മന്ത്രിക്കാണ്, വനംവകുപ്പ് മന്ത്രിക്കാണ് മയക്കുവെടി ഏറ്റത്. അദ്ദേഹം ഉറങ്ങുകയാണ്. ഇപ്പോൾ അദ്ദേഹം ഉറക്കം നടിക്കുകയാണ്.
അദ്ദേഹം കാര്യങ്ങളെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അതൊന്നും വിലപ്പോവില്ല. ഒരു പാവപ്പെട്ട കുട്ടിയും ദാരുണമായിട്ട് മരണപ്പെട്ട സന്ദർഭത്തിൽ അത് ആസൂത്രിതമാണ്, ദുരുദ്ദേശമുണ്ട്, ഗൂഢാലോചനയുണ്ടെന്ന് പറയാൻ മാത്രം ഐ ചലഞ്ച് ഹിം ടു പ്രൂവ് ദാറ്റ് അലിഗേഷൻ. ആരോപണം തെളിയിക്കാൻ ഞാൻ മന്ത്രിയെ വിനീതമായിട്ട് വെല്ലുവിളിക്കുകയാണ്. അദ്ദേഹം സത്യത്തിൽ അത് തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അദ്ദേഹം രാജിവെക്കണം, അല്ലെങ്കിൽ മുഖ്യമന്ത്രി തിരുത്തണം, മാപ്പ് പറയിക്കണം. ഇത്തരത്തിൽ തെറ്റായ നിലപാടുകൾ സ്വീകരിക്കുന്ന മന്ത്രിയെ തിരുത്താൻ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഉത്തരവാദിത്വമുണ്ട്.